എല്ലാവർക്കും സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയച്ചു തരിക, അതുപോലെ തന്നെ പരസ്യങ്ങൾ നൽകുക. നിങ്ങളുടെ ആവലാതികളും പരാതികളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സപ്പ് നമ്പറുണ്ട്, ഗൂഗിൾ പേ നമ്പറുണ്ട്. 9847547881 ആണ് ഗൂഗിൾ നമ്പർ. മറ്റേ നമ്പർ വാട്സപ്പിനും കൂടി ഉണ്ട്, രണ്ടിലും വാട്സപ്പും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 2 ദിവസമായി, അതായത് 9, 10, ഇന്നലെ ഇപ്പോൾ മൂന്നാം ദിവസമാണ്. 3 ദിവസമായി കേരളത്തിലെ അങ്കണവാടികളിലെ അമ്മമാരും സഹോദരിമാരും വർക്കർമാരും ഹെൽപ്പർമാരും എല്ലാവരും കരച്ചിലാണ്, കണ്ണീരോട് കണ്ണീര്. ഈ പുതിയൊരു മെനു വന്നു. എന്തൊരു മെനു ആണത്? റേഷൻ അരിയിൽ ബിരിയാണി, അതിനകത്ത് മുട്ട വച്ചുള്ള ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് പരിഹാസ രൂപത്തിലുള്ള ഒരുപാട് കാര്യമാണ് 2 ദിവസമായി നടക്കുന്നത്. മഹാഭൂരിപക്ഷ സ്ഥലത്തും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരാജയം. ഭൂരിപക്ഷ സ്ഥലത്തും ഇത് ചെയ്തിട്ടില്ല. ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ കർശനമായി നോട്ടുകൾ താഴോട്ട് പോകുന്നുണ്ട്. അതിൽ ഒരു നോട്ട് എൻ്റെ കയ്യിൽ കിട്ടി, ഞങ്ങളുടെ ഫ്രീഡം ഫോറക്കാരിൽ കിട്ടിയതിൽ മന്ത്രി നേരിട്ട് മോണിറ്റർ ചെയ്യുന്നു. അപ്പോൾ വീണ ജോർജ് മാഡത്തിനോട് ചോദിക്കുക, മാഡം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇതാണോ നിങ്ങളുടെ പണി? നിങ്ങൾ ഇവിടെ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല, അംഗനവാടിക്കാർക്ക് ഒരു ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടില്ല, അവർ 50 വർഷമായിട്ടും അവരെ സേവന വേതന വ്യവസ്ഥകളൊന്നും പുതുക്കിയിട്ടില്ല. ഇപ്പോഴും 12,000 12,500 രൂപയ്ക്കാണ് പാവങ്ങളും, പിന്നെ 7,000 8,000 അല്ല 9,000 രൂപയ്ക്ക്, 10,000 താഴെ രൂപയ്ക്കാണ് പല രൂപത്തിലുള്ള സീനിയാരിറ്റി വെച്ച് പല രൂപത്തിലുള്ള ശമ്പളം കിട്ടുന്നത്. ഒരു 10,000 താഴെ രൂപയാണ് ഹെൽപ്പർമാർക്ക് കിട്ടുന്നത്. പെൻഷൻകാർക്കാണെങ്കിൽ 2023 മുതൽ അംശാദായം കിട്ടിയിട്ടില്ല. അതിലിപ്പോൾ 1 വർഷത്തെ കൊടുക്കുമെന്ന് പറയുന്നു, അത് 2 വർഷമൊന്നും അറിയില്ല, എന്തായാലും കുറച്ച് കൊടുക്കുമെന്ന് പറയുന്നു, കിട്ടിയിട്ടില്ല. കുറേ പേർക്ക് പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു. അംഗനവാടികളൊക്കെ പ്രൈമറി സ്കൂളിൻ്റെ ഭാഗമാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് ചെയ്യുവാനും മോണിറ്റർ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ താങ്കൾ നേരിട്ട് മോണിറ്റർ ചെയ്യുന്നുള്ള ഭീഷണി, CDPOമാരെ ഭീഷണി, സൂപ്പർവൈസർമാരെ ഭീഷണി, ഓൺലൈനിൽ ഭീഷണി, ഓൺലൈനിൽ മീറ്റിംഗ്, പിന്നെ പരിശീലനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പരിശീലനം അവസാനം തരികിടയായി മാറി, ഓൺലൈൻ പരിശീലനമായി. ഓൺലൈനിൽ എങ്ങനെയാണ് മുട്ട ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്? ഓഫ്ലൈനിലാകുമ്പോൾ നേരിട്ടാകുമ്പോൾ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഉണ്ടാക്കി എപ്പോഴും ഒരു ഭക്ഷ്യവസ്തു ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോഴല്ലേ. ഇത് ഓൺലൈൻ ചരിത്രത്തിലാദ്യമായി അങ്കണവാടി ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും ഓൺലൈനിലൂടെ ടേസ്റ്റ് ചെയ്യാൻ വസ്തുക്കൾ കൊടുത്ത ഒരു പരിപാടിയും കൂടെ നടന്നതായിട്ട് അറിയുന്നു. കാരണം ഓൺലൈൻ വഴിയാണ് ഇത് അപ്പോൾ അതിനകത്തൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ധാരാളം ക്ലാസ്സുകളും പ്രഭാഷണത്തിനും ഒക്കെ പോകുന്ന ആളാണ്, ഇപ്പോഴും പോകുന്നുണ്ട്. അങ്ങനെ ഈ കോവിഡ് കാലത്ത് ഒരു ക്ലാസ് നടന്നു. കൊട്ടാരക്കരയിലെ ഒരു കോളേജുകാർ എന്നെ ക്ലാസ്സിന് വിളിച്ചു. അപ്പോൾ ഞാൻ ഓൺലൈനിലാണ് ക്ലാസ്. അപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് കുട്ടികളെല്ലാം നല്ല ആവേശമായി, ടീച്ചർമാരെല്ലാം ആവേശമായി, ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ ഒരു ട്രോഫി അവിടെ എനിക്ക് തരുന്നത് പോലെ അവർ കൊണ്ടുവന്ന് കാണിച്ചു ആ ക്യാമറയിൽ. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോട് ഗ്ലാസ്സിലുള്ളൊരു എൻ്റെ ഫോട്ടോ വെച്ച് ഗ്ലാസ്സിലുള്ള നല്ലൊരു ട്രോഫിയാണ്. അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷമായി, ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് പിറ്റേ ദിവസം പരിപാടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചർക്ക് എൻ്റെ അഡ്രസ്സ് അയച്ചു കൊടുത്തു. ടീച്ചറെ, ആ ക്യാമറയിൽ കാണിച്ച ആ ട്രോഫി ഉണ്ടല്ലോ, അതെനിക്കൊന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് വീട്ടിൽ വയ്ക്കാമല്ലോ, ധാരാളം ട്രോഫികൾ കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ വയ്ക്കാൻ എൻ്റെ കൊടുത്ത് മൊമെൻറ്റോട് ഇത് വയ്ക്കാം, ഇതൊരു സ്റ്റൈലാണ്. അപ്പോഴാണ് ടീച്ചർ എനിക്ക് മെസ്സേജ് ചെയ്തത്, സാറേ അത് ഡിജിറ്റൽ ട്രോഫിയാണ്, അത് ഈ പിള്ളേർ ഡിസൈൻ ചെയ്തതാണ്, അതങ്ങനെ ആർക്കും അയക്കാനൊന്നും പറ്റില്ല, അതിങ്ങനെ ഒരു ഗ്രാഫിക് ഡിസൈനിൽ ചെയ്തതാണ് എന്ന് അപ്പോൾ ഞാൻ ശശിയായി എന്ന് പറഞ്ഞതുപോലെ മുട്ട ബിരിയാണിയൊക്കെ ഓൺലൈനിലൂടെ അയച്ചു കൊടുത്ത് ടേസ്റ്റ് എടുപ്പിച്ചിട്ടുണ്ട്. എന്തൊരു ജഗ പുകയാണെന്നറിയാവും. എന്തായാലും അങ്കണവാടി ഫ്രീഡം ഫോറമാണ് ആദ്യമായി പറഞ്ഞത് ഇത് പിൻവലിക്കണമെന്ന്. അതിനുശേഷം ഇപ്പോൾ പല യൂണിയനുകളും പിൻവലിക്കണമെന്നൊക്കെ പലരും പറഞ്ഞ് കത്തുമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ പിറകെ വന്നിട്ടുണ്ട്. എന്നാലും മുമ്പേ പോയത് ഞങ്ങളാണെന്ന് അഭിമാനമുണ്ട്. ഞങ്ങൾ വീണ്ടും പറയുന്നു, ആ മെനു ഇപ്പം പിൻവലിക്കാനും വേണ്ട, അതങ്ങ് പരാജയപ്പെട്ടു പോയി. കാരണം 3 നേരവും റേഷൻ അരി, അത് നേരത്തെ കൊടുത്തുവിടുന്ന ഒരു പോഷകാഹാരവും ഇതിനകത്ത് വരുന്നില്ല. ഈ മുട്ട ബിരിയാണി എന്ന് പറഞ്ഞ്, പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു സാധാരണ ചോറുണ്ടാക്കി ബിരിയാണി പോലത്തെ ചോറുണ്ടാക്കിയിട്ട് അതിൽ മുട്ട വയ്ക്കലല്ല, ബിരിയാണി അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ബിരിയാണി. അല്ല ചോറിൽ മുട്ട വെച്ചാൽ അത് ബിരിയാണി അല്ല. ബിരിയാണി അരി കൊണ്ട് വേണം ബിരിയാണി ഉണ്ടാക്കാൻ. അത് ബസുമതി അരി വരെയുള്ളത് 200 രൂപ വരെ. പിന്നെ വേറൊരു CDPOയുടെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു, നിങ്ങൾ അത് ഓൺലൈൻ ക്ലാസ്സിൻ്റെ തന്നെ, നിങ്ങൾ CDPO അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നവർ. അപ്പോൾ ഈ ഒരാൾ ചോദിച്ചു, വീട്ടിൽ നിന്ന് ഇതൊക്കെ അല്ല ഞങ്ങളിൽ ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ CDPOയുടെ ഒരു മറുപടി ഉണ്ട് അതിനകത്ത്. CDPO പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു തക്കാളിയും കൂടെ കൊണ്ടുവന്നാൽ മതിയെന്ന്. വേറെ ആൾ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾ തക്കാളി, വേറെ ആൾ വരുമ്പോൾ പച്ചമുളക്, ഇങ്ങനെ ഓരോന്നോരോന്ന് കൊണ്ടുവരിക. പിന്നെ ഒരു അക്ഷയപാത്രം വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ ചുരുക്കത്തിൽ സർക്കാരിന് എന്താണ്? കൃത്യമായ പരിശീലനം, കൃത്യമായ പണം, ആവശ്യത്തിന് സാധനം, ഇതൊന്നും കൊടുക്കാതെ മറുവശത്ത് സേവന വേതന വ്യവസ്ഥകളിലെല്ലാം കണ്ണീരും കൈയുമായതിനു ശേഷം കൊടുത്താൽ ഈ മെനു കൊടുത്തതുപോലെ ഇരിക്കും. പൊളിഞ്ഞ് പപ്പടമായി പായസമായിട്ടുണ്ട്. ഇത് ആരും പൊളിച്ചതല്ല, ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യാത്തതാണ്. സഹോദരിമാർ ഗതികേട് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. വെളിച്ചെണ്ണയില്ലാതെ ഓംലെറ്റ്, ഒരു എണ്ണ പോലും തടവണ്ട,
എന്നാൽ ഫ്രൈങ് പാൻ ഉണ്ടോ? അതുമില്ല. മിക്സി ഇല്ലാതെ പൊടിക്കൽ എന്തൊക്കെ നല്ല രസമാണ്. ഇതിനകത്ത് പഠിച്ചാൽ നല്ല രസമുള്ളതാണ്. പൊടിക്കാൻ മിക്സിയോടെ മിക്സി എന്തിനാണ് പൊടിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. മിക്സി വേണം ഇല്ല, മിക്സി കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി? കുറച്ച് കാലമാണ്. അതിന് മുമ്പ് അമ്മമാർ പൊടിച്ചില്ലേ? പൊടിച്ചു. അപ്പോൾ മിക്സി ഇല്ലാതെ പൊടിക്കാം. പിന്നെ വെളിച്ചെണ്ണ ഇല്ലാതെ വിഴുക്ക് വരട്ടാം. അത് പുതിയൊരു കണ്ടുപിടുത്തമാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒരു എണ്ണയും ഇല്ലാതെ വിഴുക്ക് വരട്ടാം. അങ്ങനെയൊക്കെ ഉള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ അംഗനവാടിയുടെ ഭാഗമായി. എൻ്റെ പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ഇത് പ്രതിഷേധിക്കാനൊന്നും പോകണ്ട. ഇത് തോറ്റ് തുന്നമ്പാടിയ പരിപാടിയാണ്. മന്ത്രി നേരിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് പകരം ബഹുമാനപ്പെട്ട മന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും നിങ്ങൾ ഒരു ഡെമോ നടത്തി കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെയാണ് ഈ വെളിച്ചെണ്ണയും ഒരു എണ്ണയും ഇല്ലാതെ വിഴുക്ക് വരട്ടി ഉണ്ടാക്കുക. ചില പറ്റുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കണ്ട, ഒരു തുള്ളി നെയ്യ് എടുക്കാൻ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല രസമാണ്. എന്താണെന്നറിയാമോ? ഈ പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവൻ്റെ അടുത്ത് പാൽപ്പായസം വാങ്ങിച്ച് ഭക്ഷണം ഈ വിശപ്പടക്കാൻ പറയുന്ന പോലെയാണ്. വെളിച്ചെണ്ണയെ വാങ്ങാൻ പൈസയില്ല എങ്കിൽ പിന്നെ നിങ്ങൾ നെയ്യ് വാങ്ങാനാണ് പറയുന്നത്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗതികേടാണെന്നറിയാമോ? എന്തായാലും മെനു ജഗ പുകയായി, രസകരമായി, ആരും പൊളിക്കണ്ട. ചിലതിങ്ങനെയാണ്. അതിൻ്റെ ജന്മം കൊണ്ട് തന്നെ അത് ചാപിള്ളയാകും. എന്തായാലും മെനു കേരളത്തിൽ അംഗനവാടി മെനു ചാപിള്ളയായി. ഇനി അത് വളരുകയാണെങ്കിലും ഒരു വികലാംഗ കുട്ടിയായിരിക്കും.